السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت هيلتنا أدركنا وآل كل وصحابة أجمعين. ഏറ്റവും സ്നേഹാദരണീയരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, വിശുദ്ധമായ തസ്ബീഹ് നിസ്കാരം വളരെ മഹത്വമുള്ള സുന്നത്ത് നിസ്കാരത്തിൽപ്പെട്ട ഒരു നിസ്കാരമാണ് തസ്ബീഹ് നിസ്കാരം. ഈ നിസ്കാരത്തിന്റെ മഹത്വത്തെക്കുറിച്ച് മഹാനായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനാണ്, മഹാനവറുകളെ വിളിച്ചുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇതിന്റെ വലിയ പോരിശ ബോധ്യപ്പെടുത്തിയത് ഹദീസിൽ കാണാം. മാത്രമല്ല, ഏത് വിധേനയുള്ള പാപങ്ങൾ പൊറുക്കാൻ ഉപയുക്തമായ നിസ്കാരമാണെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും ഈ നിസ്കാരം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഓരോ റക്അത്തിലും ചെല്ലേണ്ട തസ്ബീഹ് സാധാരണ നിസ്കാരം പോലെ തന്നെ ഫാത്തിഹയും സൂറത്തും ഓതിയതിന് ശേഷം 75 തസ്ബീഹ് ചൊല്ലേണ്ട രൂപം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. അങ്ങനെ 4 റക്അത്തിലും 75 വീതം 300 തസ്ബീഹ് പൂർത്തിയാക്കിക്കൊണ്ട് നിസ്കരിക്കുന്ന ഈ നിസ്കാരം വളരെ മഹത്വമുള്ളതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ഹദീസ് അല്പം ബലഹീനമാണെങ്കിലും മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ വ്യത്യസ്ത വഴികളിലൂടെ ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടത് കൊണ്ട് തന്നെ അതിൻ്റെ ബലഹീനത പരിഹരിക്കപ്പെടുന്നതാണെന്ന് ബോധ്യപ്പെടുത്തിയതായും മഹാന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും ഷാഫി ഹനഫി മദ്ഹബിൽ വളരെ പോരിശയുള്ള നിസ്കാരമായി ഫുഖഹാക്കൾ മുഴുവനും ഇത് ഉദ്ധരിച്ചിട്ടും അതിൻ്റെ രീതി വിശദീകരിച്ചിട്ടുമുണ്ട്. ഇരിക്കട്ടെ, ഈ നിസ്കാരത്തിൽ ജമാഅത്ത് പാടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. തസ്ബീഹ് നിസ്കാരം ജമാഅത്തുള്ള സുന്നത്ത് നിസ്കാരം അല്ല. പക്ഷേ ചില ആളുകൾ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ പറ്റുമോ ഇല്ലയെന്ന് ചോദിക്കുകയും ചിലരൊക്കെ അങ്ങനെ നിർവഹിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ജമാഅത്ത് കറാഹത്തുള്ള നിസ്കാരം അല്ല തസ്ബീഹ് നിസ്കാരം എന്ന് പറഞ്ഞാൽ ജമാഅത്ത് ജായിസാണ്. കാരണം ജമാഅത്ത് കറാഹത്തുള്ള ഒരൊറ്റ സുന്നത്ത് നിസ്കാരം ഷാഫി മദ്ഹബിൽ ഇല്ല തന്നെ എന്നുള്ളത് തന്നെയാണ് അതിന് കാരണം. എന്നാൽ ഈ നിസ്കാരം ജമാഅത്തായിട്ട് നിർവഹിക്കാൻ പറ്റുമോ എന്നുള്ളതിന് ഇമാം ഖുർദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു തെളിവ് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഉറക്കെ ഓതുന്ന സ്ഥലത്ത് പതുക്കെ ഓതലും പതുക്കെ ഓതുന്ന സ്ഥലത്ത് ഉറക്കെ ഓതലും അത് കറാഹത്താണ്. എന്ന് പറഞ്ഞാൽ പതുക്കെ ഓതേണ്ട സ്ഥലത്ത് ഉറക്കെ ഓതിയാൽ അത് കറാഹത്ത് ഉള്ളതാണ്. എന്നാൽ ഇവിടെ കറാഹത്തുള്ള സ്ഥലത്ത് തന്നെ മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തിന് വേണ്ടി ഒരാൾ ഉറക്കെ ഓതുകയാണെങ്കിൽ അവിടെ കറാഹത്ത് ഇല്ല എന്ന് ഷാഫി പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോ കറാഹത്തായ ഒരു സംഗതി തന്നെ അത് മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണെങ്കിൽ ഉറക്കെ ഓതാൻ പറ്റും, അത് അനവദനീയമാകുമെങ്കിൽ നേരത്തെ ജായിസായ ഒരു സംഗതി മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, അഥവാ തസ്ബീഹ് നിസ്കാരത്തിലുള്ള ജമാഅത്ത് മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ അത് കൂലി കിട്ടുന്ന സംഗതിയാകും. അത് ജായിസിൽ നിന്ന് അത് വലിയ കൂലി കിട്ടുന്ന സംഗതിയാകുമെന്ന് മഹാനായ ഖുർദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ഫതാവൽ ഖുർദിയിൽ നോക്കിയാൽ കാണാവുന്നതാണ്. അപ്പോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നൂറുൻ അലാ നൂരി എന്നാണ്. ഇത് പ്രകാശത്തിന്റെ മേൽ പ്രകാശമാണ്. ആദ്യം തന്നെ ജായിസ്. അതിന്റെ പുറമെ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നത് എങ്കിൽ അവിടെ വലിയ കൂലി കിട്ടുന്ന സംഗതി കൂടിയാണ് എന്ന് മഹാൻ അവർകള് ഇങ്ങനെയാണ് ഫതാവൽ ഖുർദിയിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. അതേസമയത്ത് മറ്റുള്ളവര് ഇതുകൊണ്ട് തെറ്റിദ്ധരിക്കും, ഇതൊരു ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരമാണ്, തെറ്റിദ്ധാരണ ഉണ്ടാകുമെങ്കിൽ അവിടെ അതിനെ നിരോധിക്കൽ അനുവദനീയമാകുമെന്ന കാര്യം വിദൂരമല്ല എന്നാണ് മഹാനവറുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ അമീറിനെ സംബന്ധിച്ചിടത്തോളം അത് വിരോധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ തെറ്റിദ്ധരിക്കുമെന്ന്, ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരമാണെന്ന് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമെന്നുണ്ടെങ്കിൽ അത് വിരോധിക്കൽ അമീറിന് നിർബന്ധമാണ് എന്നും മഹാനവറുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്തായാലും അഥവാ ആരെങ്കിലും ഈ തസ്ബീഹ് നിസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് തടയേണ്ടതല്ല. മറ്റുള്ളവർക്ക് പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി അതിലുണ്ടെങ്കിൽ ഒരിക്കലും
തടയേണ്ടതല്ല എന്നാണ് ഇമാം ഖുർദി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത്. മാത്രമല്ല അത് കൂലി കിട്ടുകയും ചെയ്യുന്നതാണ്. ബാക്കിയുള്ള നിസ്കാരം ഒക്കെ ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നതിന് യാതൊരു തകരാറും ഇല്ലാത്തതുപോലെ തന്നെ ഇതും പഠിപ്പിക്കുന്നുള്ള ഉദ്ദേശം കൂടി അതിൽ ഉണ്ടാകുമ്പോൾ അത് കൂടുതൽ കൂലി കിട്ടുന്ന നിസ്കാരമായി തീരും എന്നുകൂടി ബോധ്യപ്പെടുത്തുന്നു. അള്ളാഹു നന്മകൾ കൂടുതൽ ജീവിതത്തിൽ അനുവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അതിന്റെ മുഴുവൻ വഴികളും മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.